ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാധാരണ ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയിപ്പിച്ച ഈ ഒരു മനോഹരമായ വീടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ വാഹിദ് എന്നാണ്, വൈഫ് സമീറ. 10 സെൻറ്റ് പ്ലോട്ടിൽ 1200 സ്ക്വയർ ഫീറ്റിൽ 17 ലക്ഷം രൂപക്കാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട്. മുറ്റത്ത് ബേബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത്. വീടിൻ്റെ എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലാഡിംഗ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. റോഡിൽ നിന്ന് നേരെ വണ്ടി കയറ്റാവുന്ന രീതിയിലാണ് ഇവിടെ പോർച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ വാക്കാണ്. ഇതിൻ്റെ സൈഡിലേക്കായിട്ട് സിറ്റിംഗ് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എലിവേഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു പില്ലറുകളാണ് കേട്ടോ, സിറ്റ് ഔട്ടിൽ ചെയ്തിട്ടുള്ള. അതുപോലെ സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലും, സ്റ്റെപ്പിൻ്റെ 2 സൈഡിലായിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള പ്ലാന്റും അതിൽ പെബിൾ സ്റ്റോണും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതാ ഈ ഒരു പില്ലറിൽ ചെയ്തിട്ടുള്ള ടെക്സ്ചർ വർക്കാണ്, ഒരു സാൻഡ് വർക്കാണ്. അതിനകത്തൊരു തിളക്കവും വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അർണവൈറ്റ് മാർബിളാണ്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത് 150x300 ആണ്. സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലായിട്ടും സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള 3 ചെയറുകളാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലേക്കായിട്ട് 2 കള്ളിയുടെ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു ജിപ്സൺ സീലിങ്ങും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സിലിണ്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഡോറ് നോക്കാം. മെയിൻ ഡോറ് വളരെ സിമ്പിളായിട്ട് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം മുക്കാലും ഒരെണ്ണം കാലും ആയിട്ടാണ് ഷട്ടർ വന്നിട്ടുള്ളത്. ഇതിലൊരു ഗ്രൂ ഡിസൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 11x11 ആണ്. അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട്. സിക്സ് സീറ്റോട് കൂടിയിട്ടുള്ള ഒരു കോർണർ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വുഡൻ ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു പീകോക്ക് ഷെയ്ഡാണ്. ഇവിടെയും നല്ല ഭംഗിയിൽ ജിപ്സൺ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ചെയ്യാനായിട്ട് മാത്രം വന്നിട്ടുള്ളത് 23,000 രൂപയാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തൊരു ഷോക്ക് പീസ് വരുന്നുണ്ട്. അതിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലേക്കായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. അതിലും LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് റൂമിനെയും കോമൺ ബാത്റൂമിനെയും ഒക്കെ പാർട്ടീഷൻ ചെയ്യുന്ന ഒരു വാളാണ് കേട്ടോ. ഇനി നമ്മൾ ലിവിങ്ങിൽ നിന്ന് നേരെ കിടക്കുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ബാക്കി എല്ലാം റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ദാ സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂം കാണാം. ബെഡ്റൂമിന് ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 11x11 ആണ്. നല്ല ഭംഗിയുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് ഭാഗത്ത് കുഷ്യനാണ് വരുന്നത്. പിന്നെ ഇവിടെ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റൂമിൽ സീലിംഗിൽ ചെയ്തിട്ടുള്ളത് LED ലൈറ്റ്സ് ആണ്. ഇനി നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ ബാത്റൂം വരുന്നത്. ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഡോറ് ഫൈബർ ഡോറാണ്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ബാത്റൂമിന് സ്പെഷ്യലായിട്ട് വരുന്നൊരു ടൈലാണ് കേട്ടോ.
അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈലാണ്. 2x4 പീസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ കണ്ടുവെച്ചോളൂ കേട്ടോ. ചെറിയൊരു ബാത്റൂമൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ ടൈൽ കോമ്പിനേഷൻ ഒന്ന് കണ്ടുവെച്ചോളൂ. ഇനി നമുക്ക് ഡൈനിങ് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. സിക്സ് സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ഗ്ലാസ് ആണ്. ഈ ഒരു ഭാഗത്തും നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാളിലായിട്ട് ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിൽ മൊത്തം പാനലാണ് ചെയ്തിട്ടുള്ളത്. ഇതും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ് കേട്ടോ. താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ്, അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മിററുമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ടൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റെയറും കോമൺ ബാത്റൂമും നോക്കാം. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് GIയിലാണ്. സ്റ്റെപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതും നോക്കിക്കോളൂ കേട്ടോ. ഇടയിലായിട്ട് ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് പീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെയർ റൂം ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, വാർത്തിട്ടില്ല. ഇനി ഭാവിയിൽ ഫസ്റ്റ് ഫ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു കോമൺ ബാത്റൂമും അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടൈല് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് വരുന്ന ബെഡ്റൂം നോക്കാം. ഇതിൻ്റെ സൈസ് വരുന്നതും 11x11 സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെയർ കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ കണ്ട ബെഡ്റൂമിലും ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ്. ഇവിടെ വാർഡ്രോബിന് സ്പേസ് കൊടുത്തിട്ടുള്ളതാണ്. വർക്ക് ഫിനിഷിംഗ് അല്ല കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്ത് റാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് കിച്ചൺ ആണ്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോറിൽ സെൻറ്റർ പോർഷനിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഒരു വാൾ കൊടുത്തിട്ട് വർക്ക് ഏരിയയും ഷോ കിച്ചണും തമ്മിലൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ഷോ ഏരിയ നോക്കാം. കിച്ചൺ ആയാലും അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്. ഒറ്റ കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഫുള്ള് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പീകോക്ക് ഷെയ്ഡാണ് കബോർഡിന് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഒരു ഷോക്ക് പീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്ലാസിൻ്റെ തട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഡോറുമാണ്, സ്ലൈഡിംഗ് ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഇതും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കിന് മൊത്തം വന്നിട്ടുള്ള ചിലവ് 1 ലക്ഷം രൂപയാണ്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ എന്താ 2 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് ചെയ്തിട്ടുള്ളത്. സ്റ്റൗവിന് താഴെയായിട്ട് ഇവിടെ 2 ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കബോർഡ്സ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു അപ്പർ ക്യാബിനറ്റ് ഒന്ന് നോക്കാം.
ഇതിനകത്ത് തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി വിറകടുപ്പും സിങ്കുമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ റാക്കിൻ്റെ ഈ ഒരു അറ്റത്തുള്ള ഭാഗത്ത് കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. അതാ ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് വരുന്നത്. സ്റ്റീലിൻ്റെ വിറകടുപ്പാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് സിങ്ക് വരുന്നത്. സിങ്കിൻ്റെ ഈ ഒരു സൈഡും ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് തന്നെ ചെയ്തത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ സിങ്കിന് മുകളിലായിട്ട് GTBT സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഇവിടേക്ക് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ GI വർക്കാണ് ചെയ്തിട്ടുള്ളത്. അടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്കായിട്ടൊരു ഗ്ലാസിൻ്റെ സ്റ്റാൻഡും ചെയ്തിട്ടുണ്ട്. ബോട്ടിൽസൊക്കെ വെക്കാൻ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.